അഡ്വക്കേറ്റ് സേനാപതി വേണു, അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെയൊന്നും അത്ര വില കുറച്ച് കാണേണ്ടതില്ല. വളരെ കൃത്യമായി കരുക്കൾ നീക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഓരോ ചുവടും മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഇന്ത്യ സഖ്യം നിലവിൽ വരാൻ അദ്ദേഹം എടുത്ത എഫേർട്ട് നമുക്കറിയാം. എത്രയോ യോഗങ്ങൾ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാകെയൊക്കെയായി ഒരുപാട് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലൊക്കെ ശരത് പവാറിൻ്റെ വലിയ നേതൃപാടവം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് മാറി ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഈ മറാത്ത രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എത്തിയോ എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. അത് നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ഇവിടെ നീലിമ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരത് പവാറിനെ പോലെ ഒരു രാഷ്ട്രീയ അധികായകന് NDA സഖ്യവുമായി ചേർന്നുകൊണ്ട് എന്ത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിയും? അദ്ദേഹം UPA സഖ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം രാജ്യരക്ഷാ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം ഇനിയിപ്പോ ഒരു എന്താ പറയുക, നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അങ്ങ് ചേരി കാണുന്ന വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു തന്ത്രപ്രധാനമായ പദവി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ BJP നയിക്കാനായി എന്താ പറഞ്ഞ ഫഡ്നാവിസ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ ഏകനാഥ് ഷിൻഡെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ദേശീയ സഖ്യവുമായി ചേർന്നത് കൊണ്ട് ഒരു നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇനി ഒരു അദ്ദേഹം പുത്രിവാത്സല്യത്തിന്റെ ആളാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു. കേൾക്കൂ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, കോൺഗ്രസിന്റെ ഒരു സർക്കിളുകളിൽ ഇപ്പൊ അത് എത്രമാത്രം അത് ഈ വേദിയിൽ പറയാൻ കഴിയുമോ എന്ന് പോലും അത് എന്താ പറഞ്ഞേ, അത് നമുക്ക് പിന്നീട് കാത്തിരുന്ന്, മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ഒരു ചർച്ചയിൽ ശരത് പവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 84 വയസ്സ്. ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 കൊല്ലം അല്ലെ 4.5 കൊല്ലം കാലം കഴിഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമോ എന്നുള്ളത് അത് കാലം നൽകേണ്ട ഉത്തരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അത് ചിലപ്പോൾ ഈ വർഷം 2025 തന്നെ സംഭവിക്കാം, അതല്ലെങ്കിൽ സെർട്ടൻലി 2026, ശരത് പവാറിന്റെ പാർട്ടി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ ലയിക്കുകയും സുപ്രിയ സുളെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവസാനത്തെ വാക്കൊന്നും ഞാൻ പറയില്ല, അങ്ങനെ ഒരു നേതൃത്വ രംഗത്തേക്ക് വരുന്ന ഒരു ചർച്ചകൾ അത് NCPയും കോൺഗ്രസുമായി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് ഞങ്ങളുടെ പാർട്ടി സർക്കിളുകളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത്, യാതൊരു കാരണവശാലും ശരത് പവാറിനെ പോലൊരാൾക്ക് തന്റെ ജീവിതകാലം താൻ എല്ലാ കാലവും എതിർത്തിട്ടുള്ള ഹിന്ദുത്വ സംഘപരിവാർ അജണ്ട, അത് എല്ലാ കാലഘട്ടത്തിലും, കാരണം അദ്ദേഹത്തിന്റെ മരുമകൻ അജിത് പവാർ മാറിയപ്പോഴും പ്രഫുൽ കുമാർ പട്ടേൽ മാറിയപ്പോഴും ഒക്കെ എന്തുകൊണ്ട് അദ്ദേഹം ഈ സംഘപരിവാർ ശക്തികളെ തള്ളിപ്പറയുകയും ഇവരുടെ ബന്ധുക്കൾ തന്നെ ബാരാമതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം അതിശക്തമായ നിലപാട് സ്വീകരിച്ചതൊക്കെ, അജിത് പവാറിന്റെ ഭാര്യയും സുപ്രിയ സുലെയും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എന്താ പറഞ്ഞ ആശയ ഭിന്നതയോ അഭിപ്രായ ഭിന്നതയോ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഘട്ടത്തിലൊക്കെ ഈ സംഘപരിവാർ ശക്തികളെ പിന്തുണയ്ക്കുന്ന അജിത് പവാറിനെയും അല്ലെങ്കിൽ പ്രഫുൽ പട്ടേലിനെയും ഒക്കെ അതിനിശിതമായി എതിർത്തുകൊണ്ട് ഒരു നിലപാടാണ് ശ്രീ ശരത് പവാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നലെ ശരത് പവാർ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മൊറൽ അത് അപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണം എന്ന നിലയിൽ കാണിച്ചിട്ടുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനവും അതിനുണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ യുവരാജ് ഗോകുല് അദ്ദേഹം കോൺഗ്രസിനെ നിശിതമായിട്ട് വിമർശിക്കുന്നു. ശരിയാണ്, ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരത്തിന് പുറത്താണ്. പക്ഷേ 303-ൽ നിന്ന് 400-ലേക്കും 370-ലേക്കും പോകാൻ നിന്നവരെ ഞങ്ങൾ കേവല ഭൂരിപക്ഷത്തിന്റെ താഴേക്ക് എത്തിച്ചിരിക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ മികവ്. ശരിയാണ്, ഞങ്ങൾ ഹരിയാനയിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളും ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ജയിക്കുന്നിടത്താണല്ലോ ഞങ്ങൾ
തെലങ്കാന പോലുള്ള സംസ്ഥാനത്തും കർണാടകത്തിലുമൊക്കെ ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയുന്നല്ലോ. പിന്നെ ശ്രീ യുവരാജ് ഒന്നാം ഫേസിൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശക്തമായ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. VD സതീശനെ പോലെ ഒരാള് RSSന്റെ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളത് അത് തികച്ചും എന്താ പറഞ്ഞേ, അത് വസ്തുതാവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ, നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗോൾവാൾക്കറുടെ മുന്നിൽ വിളക്ക് കൊളുത്താൻ മടിയില്ലാതെ നിൽക്കുന്ന VD സതീശൻ, ആ ചർച്ചയൊക്കെ വളരെ സജീവമായി വന്നതാണ്. എന്നിട്ടും RSSനെ തള്ളിപ്പറയുന്ന നിങ്ങളുടെ സമീപനത്തെ അന്ന് തന്നെ തുറന്ന് എതിർത്തതാണ് ശ്രീ യുവരാജ് ഗോകുൽ. അതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. ആ പ്രോഗ്രാം RSSന്റെ പരിപാടി ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട്. ശരി, സേനാപതി വേണു ഒരു സെക്കൻഡ് യുവരാജ് ഗോകുൽ മറുപടി പറയട്ടെ. ശ്രീ സേനാപതി വേണു, പിന്നെ അത് ആരുടെ പരിപാടി ആയിരുന്നു എന്നൊന്ന് പറയാമോ? അല്ല, RSS നടത്തിയ ഒരു പരിപാടി അല്ലല്ലോ. അല്ല, RSS എന്ന് പറയുന്നത് 10-32 പരിവാർ സംഘടനകളെല്ലാം കൂടി ചേരുന്ന ഒരു എന്താണ് വലിയൊരു പ്രസ്ഥാനമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ഏത് പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്താലും അത് സംഘപരിവാർ വേദി തന്നെയാണ്. സംഘപരിവാർ എന്ന് തന്നെയല്ലേ പറയുന്നത്. ഞാന് ബഹുമാനായ VD സതീശൻ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിശദീകരണവും ശ്രീ സേനാപതി വേണു, RSS പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ RSSന്റെ ശാഖയിൽ വന്നില്ല എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. RSSന്റേതായിട്ടുള്ള ഒരുപാട് പരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലെല്ലാത്തിലുമായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. സംഘ സ്ഥാപകരുടെ ചിത്രങ്ങൾ തന്നെയാണ് അവിടെ വയ്ക്കുന്നത്. അതിന് മുന്നിൽ തന്നെയാണ് ഞാനത് വന്നതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പറഞ്ഞതല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നതിന് ശേഷം ഇത്തരം ചിത്രങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ അതിനെ മറ്റൊരു തലത്തിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ മറ്റ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിപ്പോൾ VD സതീശന് മാത്രമല്ല, ഇപ്പോൾ CPMൻ്റേതായിട്ടുള്ള നേതാക്കളും CPIയുടേതായിട്ടുള്ള നേതാക്കളും ഒക്കെ മുൻകാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, തീർച്ചയായും പങ്കെടുത്തിട്ടുണ്ടാവും. അന്ന് അതിൻ്റെ ഒന്നും ചിത്രങ്ങളില്ലാതെ പോയി എന്നുള്ളത് കൊണ്ടും VD സതീശനെ പോലെ പ്രഗത്ഭരായിട്ടോ അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയുന്ന തലത്തിലുള്ള നേതാക്കളോ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഈയിടെ കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിൽ ഹൈബി ഈഡൻ പങ്കെടുക്കുകയും ചെയ്തല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പരിപാടികൾ നടക്കുന്നിടത്ത് നമ്മൾ എന്തിനാണ് ഊരുവിലക്ക്, അല്ലെങ്കിൽ നമുക്ക് ആശയപരമായി ഭിന്നിപ്പുള്ളവർ നമ്മളെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആശയത്തിൽ നിൽക്കുന്നയാളാണ്, നിങ്ങളുമായിട്ടുള്ള എൻ്റെ ആശയപരമായ വ്യത്യാസം ഇതാണ് എന്ന് പറയുന്നതിനുള്ള അവസരം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്നതിൽ എന്ത് തെറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിനൊപ്പം തന്നെയാണ് ശ്രീ സേനാപതി വേണു. എനിക്ക് അതിനകത്ത് അങ്ങ് പറയുന്ന ആ പോയിന്റിനൊപ്പം തന്നെയാണ് ഞാനും ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് യുവരാജ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം, RSSന്റെ പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കുകയും നിലവിളക്ക് കൊടുത്തു. അത് സരസ്വതി പൂജയോ അങ്ങനെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു സാംസ്കാരിക പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചിലപ്പോൾ ഗുരുജി ഗോൾവർക്കറുടെ പടം വെച്ചിട്ടുണ്ടാകാം, കാരണം അത് സംഘാടകരുടെ മനോധർമ്മമാണ്. അതല്ലാതെ അത് RSSുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ RSS സ്പോൺസർ ചെയ്ത ഒരു പരിപാടി ആയിരുന്നില്ല. അങ്ങനെ ഒരു കാര്യം VD സതീശനോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളല്ല VD സതീശൻ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അത് ഗോൾവാൾക്കർ ജയന്തി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, പരിപാടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് അല്ലല്ല ശ്രീ സേനാപതി വേണു, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ ഒരു കാര്യവുമായിട്ട് അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീ P പരമേശ്വരൻ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സാക്ഷാൽ EMSനോട് പോയി ചോദിച്ചാൽ മുതലേ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെയുള്ള ആൾക്കാർ മുഴുവനും പറഞ്ഞു തരും. കാരണം P പരമേശ്വർജി എന്ന് പറയുന്നത് അത്രയേറെ കേരളത്തിൽ ബഹുമാനിക്കപ്പെടുകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ അദ്ദേഹത്തിന് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും ഔന്നത്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ P പരമേശ്വരൻ. അപ്പോൾ പരമേശ്വർജി നേതൃത്വം നൽകിയിരുന്ന ഭാരതീയ വിചാര കേന്ദ്രം പോലൊരു സംഘടന സംഘപരിവാർ സംഘടനയാണ് എന്ന് ശ്രീ VD സതീശൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങേക്ക് പറയാമെന്നുള്ളതിലുപരിയായിട്ട് നമുക്കത് എത്രത്തോളം നമുക്ക് ആ ആർഗ്യുമെന്റിനെ ബൈ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ അതിലേക്ക് കൂടുതൽ കുഴക്കുന്നില്ല. ഒരു മറുപടി പറഞ്ഞോട്ടെ. അതായത് പരമേശ്വർജിയുടെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഔന്നത്യത്തെ കുറിച്ച് അറിയാം. ഞാൻ
മനോരമ ദിനപത്രം, പരമേശ്വർജി മരിച്ചതിന്റെ പിറ്റേ ദിവസത്തെ മനോരമ ദിനപത്രം ഞാൻ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇന്ന് ശ്രീ ജയചന്ദ്രനെ കുറിച്ച്, നമ്മുടെ ഗായകൻ ജയചന്ദ്രനെ കുറിച്ച് മനോരമ പത്രം എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ കൊടുത്തിരിക്കുന്നത്, അതേ പ്രാധാന്യത്തോടു കൂടിയാണ് പി പരമേശ്വർജി അദ്ദേഹം മരിച്ചതിന്റെ പിറ്റേ ദിവസം ഇറങ്ങി ഞാൻ മനോരമ പത്രം എന്നെടുത്ത്. അപ്പൊ അത് അദ്ദേഹം വലിയ ഔന്നത്യമുള്ളയാളാണ്, ആ ഔന്നത്യ മഹാനാണ്, അദ്ദേഹം രാജ്യം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരാളാണ് എന്നതുകൊണ്ട് RSS നടത്തിയ ഒരു പരിപാടിയിലാണ്. അല്ല, അതാണ് ഞാൻ ശ്രീ സേനാപതി വേണു ഞാൻ പറഞ്ഞത്. അദ്ദേഹം RSSന്റെ പ്രാന്ത പ്രചാരകനായിട്ട്, സംസ്ഥാന പ്രചാരകനായിരുന്ന ആളാണ് ശ്രീ പി പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ EMSന് അറിയാം, പി ഗോവിന്ദപിള്ളയ്ക്ക് അറിയാം, അവർക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹവുമായി അങ്ങേയറ്റത്തെ സൗഹൃദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പി ഗോവിന്ദപിള്ളയെ പോലെ ഒരാൾക്ക് അദ്ദേഹമായിട്ട് അത്രയധികം സൗഹൃദം ഉണ്ടായിരുന്നു. വിചാരകേന്ദ്രത്തിനെ കുറിച്ചിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ശ്രീ VD സതീശൻ അത് സംഘപരിവാർ ആണ് എന്നറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആർഗ്യുമെന്റ് എത്രത്തോളം നിലനിൽക്കുമെന്നറിയില്ല എന്ന് മാത്രമേ ഞാൻ അങ്ങയോട് പറഞ്ഞുള്ളൂ. അങ്ങയുടെ ആർഗ്യുമെന്റിന് എല്ലാ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നു. ഓക്കെ.